+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടിക്കൽ സെഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഏരിയയാണ്. ലിബ്രെ ഓഫീസ് കാൽക്കിൽ വരുന്ന പോർഷനാണ്. വിദ്യാർത്ഥികൾ ഇപ്പോൾ ചോദിക്കുന്ന ഏരിയയാണ് ഡിപ്രീസിയേഷൻ. ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന 2 വഴികളാണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അഥവാ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഈ 2 മെത്തേഡിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷുവർ ആയിട്ടുണ്ടാവും. ഓക്കെ, ആദ്യം നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിനെ സംബന്ധിക്കുന്ന പ്രോബ്ലം ചെയ്തു നോക്കാം. ഓക്കെ, ദ ഫോളോയിങ് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് എ പ്ലാന്റ് ആൻഡ് മെഷീനറി. കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ അണ്ടർ റിട്ടേൺ ഡൗൺ വാല്യൂ WDV മെത്തേഡ് യൂസിങ് അപ്രോപ്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് പർച്ചേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ആ അസറ്റ് നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിച്ചത് എഴുതിയിട്ടുണ്ട്. അത് എന്ന് ഇൻസ്റ്റാൾ ചെയ്തു നമ്മുടെ സ്ഥാപനത്തിൽ എന്ന് അത് കൊണ്ടേ വെച്ചു. ഓക്കെ, അതിൻ്റെ കോസ്റ്റ് മേടിച്ച വില, അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ്റെ കോസ്റ്റ് എത്രയാണ്, പ്രീ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയാണ്, അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ അല്ലേ, സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ അക്കൗണ്ടൻസിയിൽ പഠിച്ച കാര്യങ്ങളാണല്ലോ അല്ലെ. +1 അക്കൗണ്ടൻസിയിൽ പഠിച്ച കാര്യമാണ് സാൽവേജ് വാല്യൂ. ഡിപ്രീസിയേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ അല്ലേ. കോസ്റ്റ് ഓഫ് ദി അസറ്റ് മൈനസ് സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ആ ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മളിവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ദെൻ എക്സ്പെക്റ്റഡ് ലൈഫ് ഓഫ് അസറ്റ് 9 വർഷമാണ് അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയർ എൻഡ് ഡേറ്റ് ആദ്യത്തെ വർഷം തീരുന്നത് 31 മാർച്ച് 2024 തീരുന്നു. പിന്നെ പീരീഡ് 1 ഓക്കെ, ഒരു പീരീഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപടി ഈ ഡീറ്റെയിൽസ് അതേപടി നമുക്ക് ഈ സ്പ്രെഡ്ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യാം. ഇപ്പോൾ കാൽക്ക് തുറക്കുക, കാൽക്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ഡീറ്റെയിൽസ് അങ്ങോട്ട് എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിപ്രീസിയേഷനാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് വേഗം ടൈപ്പ് ചെയ്ത് പോകരുത്. നമുക്ക് ടോട്ടൽ കോസ്റ്റ് വേണം ആദ്യം അല്ലേ. ടോട്ടൽ കോസ്റ്റ് അസറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? അസറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എങ്ങനെ നമുക്ക് കിട്ടും? അസറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഇൻസ്റ്റാളേഷൻ കോസ്റ്റും പ്രീ ഓപ്പറേറ്റിംഗ് കോസ്റ്റും കൂട്ടണം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈക്വൽ ടു, അതായത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഇത് B3 പ്ലസ് B4 പ്ലസ് B5 എൻ്റർ അടിക്കുക. ഇതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഇനി നിങ്ങൾ ജസ്റ്റ് ഡിപ്രീസിയേഷൻ നമുക്ക് WDV മെത്തേഡിലാണ് ചോദിച്ചിരിക്കുന്നത്. WD ആണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. WDV എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യില്ല. WDV ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ അത് DB എന്നാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. DB. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ കോസ്റ്റ്, സാൽവേജ്, ലൈഫ്, പീരീഡ്, മന്ത്. ഇത് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കുറേ ഡാറ്റാസ് എൻ്റർ ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ആവാം. അപ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എന്താണ്? കോസ്റ്റ്, സാൽവേജ്, ലൈഫ്, പീരീഡ്, മന്ത്. കോസ്റ്റ് നമുക്ക് കിട്ടി. ഈ ടോട്ടൽ കോസ്റ്റാണ് കോസ്റ്റായിട്ട് എടുക്കേണ്ടത്. ഇവിടെ കണ്ടോ കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി 4 ലക്ഷം. അത് നിങ്ങൾ എടുക്കരുത്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിച്ച വില, അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രൈസ്, അതിൻ്റെ പ്രീ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഇതെല്ലാം കൂടെ കൂട്ടിയതിനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് അഥവാ സിംപ്ലി കോസ്റ്റ് എന്ന് പറയുന്നത്. സാൽവേജ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ലൈഫ് നമുക്ക് തന്നിട്ടുണ്ട്, എക്സ്പെക്റ്റഡ് ലൈഫ് 9. പീരീഡ് നമുക്ക് 1 ഉണ്ട്. മന്ത് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ മന്ത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. മന്ത് എന്താണോ ഇല്ലാത്തത് നമ്മളത് ടൈപ്പ് ചെയ്ത് ചേർക്കുക. മന്ത് എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം എത്ര മാസം ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അസറ്റ് മേടിച്ച വർഷം നോക്കുക, ഡേറ്റ് നോക്കുക, 26/23. മാസം നിങ്ങൾ ഇതിൽ നോക്കിയാൽ മതി കേട്ടോ. മാസം, അതായത് ഇവിടെ 31st ആണെങ്കിൽ അടുത്ത മാസത്തിലേക്ക് പോകും. ഫസ്റ്റോ അതല്ലെങ്കിൽ ഏത് ഡേറ്റോ ആണെങ്കിലും, 31st അല്ലാത്ത ഏത് ഡേറ്റ് ആണെങ്കിലും, 31st 30 അല്ലാത്ത ഏത് ഡേറ്റ് ആണെങ്കിലും നിങ്ങൾ ഒരു മാസമായിട്ട് കൗണ്ട് ചെയ്യുക. ഈവൻ ഇവിടെ ഒരു 20 ഡേറ്റ് കാണിക്കുന്നത്, നിങ്ങൾ ഒരു മാസമായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം 6, 7, 8, 9, 10, 11, 12, 1, 2, 3 അല്ലേ. 3-ാം മാസം, അതായത് മാർച്ച് 31 ഇത് അവസാനിക്കുന്നത്. സോ നമുക്ക് 10 മാസം നമ്മൾ ഈ അസറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ധാരണയിലാണ് വരുന്നത്. സോ മന്തായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് 10 അവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ ഡിപ്രീസിയേഷനിലേക്ക് പോകാം. ഡിപ്രീസിയേഷൻ നമ്മൾ കഴിഞ്ഞു, ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞു. ഡിപ്രീസിയേഷൻ ഈക്വൽ ടു
ഈക്വൽ ടു DB ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ഓരോന്നും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി, പണി കഴിഞ്ഞു. കോസ്റ്റ് സാൽവേജ് ദെൻ ലൈഫ് എവിടെ, എക്സ്പെക്റ്റഡ് ലൈഫ് 9 പിന്നെ കൊടുക്കേണ്ട പീരീഡാണ്, പീരീഡ് 1 മന്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇതാണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് അണ്ടർ DB മെത്തേഡ്. ക്ലിയർ അല്ലേ? ഈ പ്രോബ്ലം കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് DBൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നോക്കാം. സ്ട്രെയിറ്റ് ലൈനിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അനുസരിച്ച് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. DBൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം. എ മെഷീനറി പർച്ചേസ്ഡ് ഓൺ 1st April 2024 ₹6 lakh. It is estimated life is 10 years with a salvage value 30,000. Accounting year closes on 31st March every year. Using appropriate built-in function in LibreOffice Calc, calculate depreciation under diminishing balance value method for 5 years. 5 വർഷത്തേക്ക് എത്രയാണ് ഡിപ്രീസിയേഷൻ വരിക എന്നുള്ളത് നമ്മൾ അറിയണം. 5 വർഷത്തെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക. LibreOffice Calc എടുക്കുന്നു. ഞാൻ വേറൊരു ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്? മെഷീനറി പർച്ചേസ്ഡ് ഓൺ 1st April 2024 ₹6 lakh. അപ്പോൾ പർച്ചേസ് ഡേറ്റ് അല്ലേ, ഡേറ്റ് ഓഫ് പർച്ചേസ് ആണ് അത് തന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് മെഷീനറി 6 lakh. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാണ്. എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് 10 വർഷം 10 years. 10 ടൈപ്പ് ചെയ്യാവുള്ളൂ, 10 years വേണ്ട. നെക്സ്റ്റ് സാൽവേജ് എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ ആണ്. സാൽവേജ് വാല്യൂ എത്രയാണ്? 30,000. ഓക്കെ, അത് നമ്മൾ എൻ്റർ ചെയ്തു. നമ്മൾ കൊടുക്കേണ്ടത്, നമ്മളവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ, ജസ്റ്റ് ടൈപ്പ് ചെയ്യുക സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ പീരീഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. പീരീഡ്, ഇവിടെ ഡിപ്രീസിയേഷൻ. ഓക്കെ, പീരീഡ് ഡിപ്രീസിയേഷൻ. അപ്പോൾ നമുക്കിവിടെ 5 വർഷത്തെ ഡിപ്രീസിയേഷൻ കിട്ടണം. അപ്പോൾ 1 2 3 4 5 ഇങ്ങനെ അങ്ങ് ടൈപ്പ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇവിടെ 1ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണ്, 2ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണ്. ഇപ്പോൾ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിലല്ലേ, അപ്പോൾ ഡിപ്രീസിയേഷൻ കുറഞ്ഞു വരുന്നതായിട്ട് കാണണം. ഈക്വൽ ടു DB ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇനി നമുക്ക് കോസ്റ്റാണ് കൊടുക്കേണ്ടത്, കോസ്റ്റ് ഓഫ് മെഷീനറി. അപ്പോൾ ഇത് ഏത് സെല്ലാണ്? B2 ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു ഡോളർ സൈൻ അങ്ങ് കയറ്റുക. $2 സാൽവേജ് എവിടെ കിടക്കുന്നത്? B4. അപ്പോൾ $. അത് നമ്മൾ എന്തിനാ ഈ ഡോളർ കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. $4. ഓക്കെ, ദെൻ കോമ ഇടുന്നു. അടുത്ത് എന്താ വേണ്ടത്? ലൈഫ് എവിടെ കിടക്കുന്നത്? B3. $3. ദെൻ കോമ ഇടുക. നമുക്ക് വേണ്ടത് പീരീഡാണ്. പീരീഡ് എവിടെ കിടക്കുന്നത്? ഇതാണ് പീരീഡ്, 1ാമത്തെ പീരീഡ് A9. അത് നിങ്ങൾ ഡോളർ ഇടണ്ട. ദെൻ കോമ ഇടുന്നു. മന്ത് നമ്മൾ എത്രയാണ് വരിക? ഓക്കെ, മന്ത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടില്ല, അപ്പോൾ മന്തും കൂടെ നമ്മൾ ടൈപ്പ് ചെയ്യണം, അത് മറന്നുപോയി. മന്ത് ടൈപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എൻ്റർ അടിക്കുക. അവിടെ എറർ വന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ മന്ത്, ഫസ്റ്റ് ഇയറിലെ മന്ത് എത്ര വരുന്നത് നോക്കിക്കേ. 1st ഏപ്രിലിന് മേടിക്കുന്നു, 31st മാർച്ചിന് തീരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12 മാസം ഉണ്ടാവില്ലേ അല്ലേ. അപ്പോൾ നിങ്ങൾ അത് വീണ്ടും മന്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കോൺസ്റ്റൻ്റ് ആണ്, 12 മാസമാണ്. അപ്പോൾ അത് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? മന്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് B6 അപ്പോൾ $6 എൻ്റർ അടിച്ചു നോക്കിയേ. ഇതാണ് ഫസ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ.
ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, മൂന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും വർഷത്തെ ഡിപ്രീസിയേഷൻ കാണണം. അപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഓട്ടോ ഫില്ല് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഓരോ വർഷത്തെ ഡിപ്രീസിയേഷൻ ഉണ്ടോ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൻ്റെ ഒരു രീതി അല്ലേ. ബാലൻസ് കുറഞ്ഞു, അതായത് ഡിപ്രീസിയേഷൻ എമൗണ്ട് ഓരോ വർഷവും കുറയുന്നതായിട്ട് കാണാം. ഫസ്റ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ കൂടുതലായിരിക്കും, പിന്നെ കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു, അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഇങ്ങനെയുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സിൻടാക്സ് നിങ്ങൾ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ നോക്കുക എന്തൊക്കെ സിൻടാക്സ് ആണ് വേണ്ടത്, അതിനുള്ള ഡാറ്റ നമ്മൾ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ചെയ്യുക, ആൻസർ കാണാം. അപ്പോൾ ഈ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഡോളർ സിമ്പിൾ അതിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത പ്രോബ്ലവും ഇപ്പോൾ ചെയ്ത പ്രോബ്ലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, ഡിപ്രീസിയേഷൻ ഇവിടെ നമുക്ക് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, 5 വർഷത്തെ ഡിപ്രീസിയേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ WDV അഥവാ DB മെത്തേഡ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.